പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അസാധാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് ഇന്നും ചെയ്യുവാൻ പറ്റും. ഒരുപാട് വ്യക്തികൾ ഇന്ന് നിരാശയോടുകൂടി എന്നെ കാണുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം സാധാരണമാകുന്ന ദൈവിക മഹത്വം ഇറങ്ങുന്ന ദിവസങ്ങളായി തീരട്ടെ. ഈ ദിവസങ്ങൾ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ ദിവസവും നിങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ശക്തമേറിയ ഒരു പ്രവചന ശബ്ദം നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൈവവചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏതു വിഷയമാണ്, ഏത് ബുദ്ധിമുട്ടാണോ, ഏത് ഞെരുക്കമാണോ, ഏത് നിരാശയുടെ അനുഭവമാണോ, ഒരു നിമിഷം അത് യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ പറ്റുമോ? ദൈവത്തിന്റെ വചനം പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്നാണ് പറയുന്നത്. ആമേൻ. ഇന്ന് ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ ഒരുപാട് അധ്വാനിച്ചിട്ടും കയ്യിലൊന്നുമില്ലാതെ ജപ്തിയുടെ വക്കിൽ നിന്നുകൊണ്ട് കരച്ചിലോടുകൂടെ എന്നെ കാണുന്നവരുണ്ട്. അവരുടെ മേൽ വലിയ ദൈവ പ്രവൃത്തി ഇന്നു തൊട്ട് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്തോത്രത്തോടുകൂടി ആ വേർഡിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞ് ആമേൻ മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കുചേരുന്നത്. അത്ഭുത സൗഖ്യം എൻ്റെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന് മേൽ ചെയ്യാൻ പറ്റും. എൻ്റെ യേശുവിന്റെ പ്രത്യേകത, അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ദൈവമാണ്. അവൻ പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത ദൈവമാണ്. ആമേൻ. നമ്മൾക്കറിയാം ഈ ഭവനങ്ങളിൽ പുകഞ്ഞ തിരി വർഷങ്ങൾക്ക് മുമ്പ് കത്തിക്കഴിഞ്ഞാൽ അതിനെ കെടുത്തിക്കളയും. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന, ഇനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് പുകഞ്ഞു തീരുവാൻ വേണ്ടി പോകുന്ന നിന്റെ ജീവിതത്തിൽ എന്റെ യേശു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ വിഷയങ്ങളെല്ലാം യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാട്ടെ. കർത്താവേ, ആ വിഷയങ്ങളുടെ മേൽ ആ അത്ഭുത കരം ദൈവം വെക്കണമേ. ആ കുരുടന്റെ കണ്ണിൽ തൊട്ട് സൗഖ്യമാക്കിയ ദൈവം. ആമേൻ. ഹല്ലേലൂയ. 38 വർഷം തളർവാദ രോഗത്താൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ അവൻ കുളക്കരയിൽ കിടക്കുന്നവനെ തൊട്ട് സൗഖ്യമാക്കിയ ദൈവം ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനത്തിന്റെ മേൽ ഒരു അത്ഭുത സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടിലുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വചനം പറയുന്ന, എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ധനത്തിനും മഹത്വത്തിനും ഒത്തവണ്ണം തീർത്തു തരുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഓ ഷാറാബ ലംചൽ പ്രബാലഘടകസി, ജപ്തികൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഇന്നും പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലെന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി എന്നെ കാണുന്നവരുണ്ട്. ശക്രിയാവിന്റെ മുമ്പിൽ സർപ്രൈസായി ദൈവദൂതൻ ഇറങ്ങി വന്നതുപോലെ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവം ഇന്ന് ഇറങ്ങി വരികയാണ്. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ചെയ്യാത്ത കുറ്റത്തിന് കേസുകളിൽ അകപ്പെട്ടുകൊണ്ട് എന്നെ കാണുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരിയറുകളുടെ മേൽ വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ വ്യക്തികളും ഓരോ അത്ഭുതമാക്കി തീർക്കാൻ പോകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിങ്ങൾ വലിയ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്നത്തെ ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ?
വലിയ മാറ്റം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിമിതികൾക്കപ്പുറം ആമേൻ ദൈവ പ്രവൃത്തി കാണുവാൻ വേണ്ടി ചിലർ പോകുകയാണ്. പരിമിതികൾക്കപ്പുറം ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, എന്നെ ശബ്ദം കേൾക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിന്മേലെല്ലാം പരിമിതികൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം നിങ്ങൾ കാണാൻ വേണ്ടി പോകുകയാണ്. എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് രാത്രി 7 മണിക്ക് വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ, ഈ വിടുതൽ ശുശ്രൂഷകൾ നിങ്ങൾ ഭാഗമാകുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോ. ഡെയിലി കിട്ടുന്ന പ്രൊഫറ്റിക്കൽ മെസ്സേജുകൾ, വിടുതലിൻ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പരിമിതികൾക്കപ്പുറത്ത് ഒരു ദൈവ പ്രവൃത്തി നിങ്ങൾ കാണണമെങ്കിൽ ആമേൻ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പരിമിതികൾക്കപ്പുറത്ത്, ബൗണ്ടറികൾക്കപ്പുറത്ത്, അസാധ്യത്തിനപ്പുറത്തൊന്നും കാണാൻ പറ്റാത്ത സ്ഥിതിയുണ്ടല്ലോ, അതിനപ്പുറത്തൊരു ദൈവ പ്രവൃത്തി കാണണമെങ്കിൽ 3 തലം, 3 അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ആമേൻ. പെട്ടെന്ന് ഒരു ദൈവ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാളപ്പുറമായി എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും. അത്ഭുത ദൈവ പ്രവൃത്തി അയക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. ചോദിക്കുന്നില്ല, നിരക്കുന്നില്ല, അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ആമേൻ. ഈ പരിമിതികൾക്കപ്പുറത്ത് ഒരു ദൈവ പ്രവൃത്തി കാണണമെങ്കിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു ഭാഗം ഇതാണ്: നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. ആമേൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ദൈവവചനത്തിൽ അവർ ദൈവത്തിൽ അടിയുറച്ചു വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ പല വ്യക്തികൾ തീയുടെ ബലത്തെ വരെ കെടുത്തിയിട്ടുണ്ട്. ആമേൻ. എല്ലാം തീർന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനെ വിശ്വസിച്ച ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ഇന്ന് എന്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പരിമിതികൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്, ഒരുപാട് ബൗണ്ടറികളുണ്ട്. ഈ ബൗണ്ടറികൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. ഒരു ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ച, ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങിയാൽ, എന്തിനു പറയുന്നു, നിങ്ങൾ പഠിക്കുവാൻ പോയി കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം എനിക്ക് പൊന്തുവാൻ പറ്റുകയില്ല, ഒരു പരിധിക്കപ്പുറം എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളെ ഞാൻ കൽപ്പിക്കുകയാണ്. സംഭവിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. അവൻ ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗുകൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആമേൻ. ഇവിടെ ഞാൻ പറയാനിടയായി തീർന്നു, ഈ പരിമിതികൾക്കപ്പുറത്ത് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത്, പല വ്യക്തികൾ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു
ഞാൻ പറയാറുണ്ട്, ഈ വിടുതലൊക്കെ യേശുവിന്റെ പക്കൽ നിന്ന് എടുത്തിട്ട് പോയവരുണ്ട്. ഒരു വ്യക്തി ശതാധിപനാണ്. അവന്റെ വിശ്വാസം, യേശു പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് സൗഖ്യമാക്കാം. അവൻ പറഞ്ഞ പദം ഇതാണ്, നീ എന്റെ ഭവനത്തിലേക്ക് വരണ്ട, ഞാൻ ഒരധികാരത്തിന്റെ കീഴിലുള്ള വ്യക്തിയാണ്. ഞാൻ ഒരു വ്യക്തിയോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും, ഞാനൊരു വ്യക്തിയോട് വരാൻ പറഞ്ഞാൽ അവൻ വരും. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇമ്മീഡിയറ്റ്ലി സൗഖ്യം സംഭവിച്ചിരിക്കും. യേശു അതിശയിച്ചു പോകുവാനിടയായി. അപ്പോൾ വിശ്വാസത്തിന് വലിയ പവറുണ്ട്. ഇന്ന് നിങ്ങളായിരിക്കുന്ന ആ അസാധ്യത്തിന്റെ നടുവിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവമുഖത്തേക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവകരം ചലിക്കും. ശിവന്റെ നാമത്തിൽ ആ മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. കാശ് വാങ്ങിച്ചു, പണം വാങ്ങിച്ചു, സമയത്ത് കൊടുക്കാമെന്നുള്ള ചിന്താഗതിയോടെയാണ് വാങ്ങിച്ചത്. എല്ലാം ചിന്തിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഇപ്പോൾ ഭവനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ട അനുഭവത്തിലാണെങ്കിൽ അവിടെയും ഒരു ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഈ സീസണിൽ നിങ്ങൾ കാണത്തക്ക രീതിയിൽ ദൈവം ചെയ്യാൻ വേണ്ടി പോകുകയാണ്, സംഭവിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഈ യേശുവിന്റെ അടുക്കലേക്ക് രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷമായിട്ട് പല വൈദ്യന്മാർക്ക് കൊടുത്തു. തന്റെ സമ്പത്ത് മൊത്തം തീർന്നു, ഇനി ജീവിക്കുമെന്ന് തോന്നുന്നില്ല. മരിച്ചതിന് തുല്യമായാണ് അവൾ ആയിരിക്കുന്നത്. അവളെ പറ്റി സമൂഹം പറയുന്നത്, ഈ രോഗമുള്ള വ്യക്തി പുറത്തേക്ക് പോകരുത്. ഹല്ലേലൂയ. ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലേക്ക് അവൾ മാറ്റപ്പെട്ടു. അവൾക്ക് ബൗണ്ടറികൾ ഉണ്ടായിരുന്നു. അവൾക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇതിനപ്പുറത്തേക്ക് അവൾക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അവൾ ഒതുങ്ങപ്പെട്ട അനുഭവത്തിലേക്ക് ആയി പോകുവാനിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, എന്നെ കാണുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവ പ്രവർത്തികൾ ഈ സീസന്റെ മേൽ എന്റെ ദൈവം ചെയ്യുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ട, പരിമിതികൾക്കപ്പുറത്ത് ഞാനും എൻ്റെ കുടുംബവും ഒരു ദൈവ പ്രവൃത്തി കാണും. ഇത് പറയുമ്പോൾ, ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ തന്നെ ചെയ്യുകയാണ്. സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ. ഈ സ്ത്രീ ഇങ്ങനെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഈ സ്ത്രീ യേശുവിനെ പറ്റി അവളൊരു വാർത്ത കേട്ടു. ആമേൻ. ഇവൾക്ക് പരിമിതികളാണ്. കമ്മ്യൂണിറ്റി പറയുന്നത് ഈ രോഗമുള്ള കാരണത്താൽ ഇവൾ ആരെ തൊടുന്നോ അത് മൊത്തം അശുദ്ധമായിരിക്കും. എന്നാൽ യേശുവിനെ പറ്റിയുള്ള വാർത്ത ഇവൾ കേട്ടപ്പോൾ അവൾ അവളോട് തന്നെ പറഞ്ഞു, ഞാൻ യേശുവിന്റെ അടുക്കൽ കടന്നു പോകും, യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊടും എന്ന് പറഞ്ഞിട്ട് വലിയ ക്രൗഡാണ്. യേശു പോകുന്ന മേഖലകളിൽ മൊത്തം വലിയ ക്രൗഡാണ്. ഓരോ വ്യക്തികളെയും വകഞ്ഞു മാറി യേശുവിന്റെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് അവൾ ചെയ്തത്, വിശ്വാസത്തോടുകൂടി യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടു. ആമേൻ. യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആര് വിശ്വാസത്തോടുകൂടി, അടിയുറച്ച വിശ്വാസത്തോടുകൂടി, സംശയിക്കാതെ ആമേൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ അവിടെ സൗഖ്യങ്ങൾ നടക്കും. ഇന്ന് നിങ്ങൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന വിഷയത്തിന്റെ മേൽ യേശുവിന്റെ മുഖത്തേക്ക് ധൈര്യത്തോടുകൂടി നോക്കിക്കോ. അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ നിനക്ക് ഈ സീസന്റെ മേൽ കാണാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. യേശു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ആരോ എന്നെ ആവശ്യബോധത്തോടുകൂടി തൊടുവാനിടയായി. കൂടെ നിന്ന് ശിഷ്യന്മാർ പറവാനിടയായി തീർന്നു, യേശുവേ ഇത്രയധികം ജനമുണ്ട്. ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിന്നെ തൊട്ടതായിരിക്കും. എന്നാൽ യേശു പറഞ്ഞു, നോ, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അത് ഞാൻ അറിഞ്ഞു.
ഈ മീറ്റിംഗിന്റെ മേൽ നിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവശക്തി നിന്റെ മേലും, നിന്റെ കുടുംബത്തിന്റെ മേലും, നിന്റെ മക്കളുടെ മേലും, നിന്റെ ബിസിനസിന്റെ മേലും, നിന്റെ ആരോഗ്യത്തിന്റെ മേലും വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. സംഭവിക്കുകയാണ്. 2026 ഈ മെയ് മാസത്തിൽ അത് സംഭവിക്കുകയാണ്. ദൈവ പ്രവൃത്തി കാണുന്ന സീസണായിരിക്കും ഈ സീസൺ. ഇത് പറയുമ്പോൾ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ, ആമേൻ, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മഹത്വകരമായ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ആമേൻ. യേശു പറഞ്ഞു, ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു, ഞാനത് അറിഞ്ഞു. ആമേൻ. എന്നാൽ അവൾ പറഞ്ഞു, ഞാനാണ് നിന്നെ തൊട്ടത്. ആമേൻ. ഞാൻ സൗഖ്യമായി. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇമ്മീഡിയറ്റ്ലി she healed. അവൾ സൗഖ്യമായി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അവളുടെ രക്തസ്രാവം നിന്നു പോകുവാനിടയായി. ഇതാണ് ദൈവശക്തി എന്ന് പറയുന്നത്. യേശു എന്നിട്ട് പറയുവാനിടയായി. അവളുടെ വിശ്വാസം കണ്ടിട്ട് യേശു അതിശയിച്ചു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് മനുഷ്യനോടനുബന്ധിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഏക ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. ആമേൻ. നമ്മൾ വിശ്വാസത്തോടുകൂടി ദൈവമുഖത്തേക്ക് നോക്കിയാൽ, നമ്മൾ വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ പക്കലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ അത്ഭുതങ്ങൾ കാണും. 2026 മെയ് മാസത്തിൽ ആരോ കടന്ന് കരയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന് സാധ്യതയുണ്ടോ പാസ്റ്റർ? എന്റെ ജീവിതത്തിന്മേൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? അത്രയധികം ഞെരുക്കത്തിലും അസാധ്യത്തിന്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്റെ മുമ്പിൽ പരിമിതികൾ ഒരുപാടുണ്ട്. അങ്ങനെ പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിന്മേൽ യേശുവിന്റെ അത്ഭുതത്തിന്റെ കരം നിങ്ങൾ കാണും. ഈ വർഷം തന്നെ നിങ്ങളൊരു സാക്ഷിയാകും. ഈ വർഷം തന്നെ നിങ്ങളൊരു സാക്ഷിയാകും. പരിമിതികളെ ബ്രേക്ക് ചെയ്ത് അതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കണം. 2, പ്രാർത്ഥന. ഞാനൊരു ദൈവവചനത്തിൽ നിന്ന് തെളിയിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, യബ്ബേസ് എന്നറിയപ്പെടുന്ന വ്യക്തി, യബ്ബേസ്, അവനെ ദൈവത്തിന്റെ വചനം പറയുന്നത് അമ്മ വ്യസനത്തോടുകൂടി പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യസനപുത്രൻ എന്നാണ് പറയുന്നത്. അവൻ അർത്ഥാൽ ഒരു ശപിക്കപ്പെട്ട വ്യക്തിക്ക് തുല്യമാണ്. ഹല്ലേലൂയ. എന്നാൽ അവന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇവന്റെ പരിമിതികൾ വന്നത് അമ്മയിൽ നിന്നാണ്. ആമേൻ. അമ്മ പറഞ്ഞ ശാപവാക്ക്. ഇന്ന് ആരൊക്കെയോ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ നിമിത്തം മുറിവേറ്റ് പരിമിതി വെച്ച് ഇതിനപ്പുറത്തേക്ക് എനിക്കിനി ലോകമില്ലെന്ന് പറയുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ദൈവ പ്രവൃത്തി കാണും. എന്നാൽ ഈ പരിമിതികൾ കണ്ട് ഇവൻ ഭയപ്പെട്ടു നിൽക്കുകയല്ല ചെയ്തത്, ഇവൻ പേടിച്ചു നിൽക്കുകയല്ല ചെയ്തത്. ഇവന് ദൈവത്തെ പറ്റി വ്യക്തമായ വെളിപ്പാടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, പരിമിതികൾ ഉള്ളപ്പോൾ പരിമിതിയിലേക്ക് നോക്കാതെ നിന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. അവിടെ നിന്ന് നിനക്ക് അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ കാണാൻ പറ്റും. അവൻ എന്താ പറഞ്ഞതെന്നറിയാം? അവൻ ഇസ്രയേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ പരിമിതികൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒന്നാമത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. രണ്ടാമത് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവൻ അതിൽ നിന്ന് ആ പരിമിതികൾ ബ്രേക്ക് ചെയ്ത് പുറത്തു പോകുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാനിടയാകും. ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ ചോദിച്ചതിന് ദൈവം അവന് നൽകി കൊടുത്തു. അവന്റെ പരിമിതികളെ ദൈവം എടുത്തു കളഞ്ഞു. ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളിൽ നിന്നും പരിമിതി ദൈവം എടുത്തു കളയുക. അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഗൾഫിന്റെ പ്രദേശത്തൊക്കെ ഇരുന്നു കൊണ്ട് ഒരുപാട് പരിമിതികൾ, അവൻ എന്തു ചെയ്തിട്ടും ഗുണം പിടിക്കാതെ
ശാപമാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്നെ കാണുന്ന ചില വ്യക്തികളുണ്ട്. ആ പരിമിതികളെ ദൈവം എടുത്തു മാറ്റും. അപ്പൊ ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾ സഞ്ചരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ചിലരുടെ ജീവിതത്തിന് മേൽ ഒരു ഡിവൈൻ ആക്സിലറേഷൻ ദൈവം വെക്കുകയാണ്. ദൈവം പല വ്യക്തികളുടെ മേൽ സ്പീഡ്, ആക്സിലറേഷൻ, സഞ്ചരിക്കുവാനുള്ള വേഗത പല വ്യക്തികളുടെ ജീവിതത്തിന് മേൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. പ്രാർത്ഥിച്ചോളണം. മൂന്നാമത്തെ കാര്യം, ദൈവശക്തിക്ക് നിങ്ങളുടെ പരിമിതികൾ എടുത്തു മാറ്റുവാൻ പറ്റും. നമ്മൾ വായിച്ച വാക്യപ്രകാരമാണ്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഇവരുടെ പരിമിതികൾ വിട്ട് ഇവർ പുറത്തു വരട്ടെ. അത്ഭുതത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ദൈവ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ജോബീസ് മോളിന്റെ 4ാം നിലയിലുള്ള സിൽവർ ഹാളിൽ എന്നറിയപ്പെടുന്ന ഹാളിൽ വെച്ചുകൊണ്ടാണ് ഞായറാഴ്ച രാവിലെ 10:30 തൊട്ട് 1:30 വരെയാണ് നമ്മുടെ മീറ്റിംഗിൽ. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാം. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നൽകി തരുവാൻ പറ്റും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം അവിടെ ഉണ്ടാകുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു ആൾ.